ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലത്തെ ചായകുടി കഴിഞ്ഞേ. അപ്പോൾ ഇനി നേരെ പുട്ട് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ പുട്ടിനെന്ന് പറഞ്ഞാൽ ഇത് സ്റ്റീംഡ് പുട്ടുപൊടിയായ കാരണം പരിപാടി എളുപ്പമാണ്. നമുക്ക് ഒരു ഗ്ലാസ് പുട്ടുപൊടി മതിയാവും. അപ്പോൾ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം, സാദാ വെള്ളമല്ല, ഉപ്പിട്ട വെള്ളം. ഇല്ലെങ്കിൽ പുട്ട് കഴിക്കുമ്പോൾ ഉപ്പുണ്ടാകത്തില്ല. അങ്ങനെ അത് ആവികേറ്റാനപ്പുറത്തെ സൈഡിൽ വെച്ചതിന് ശേഷം നമ്മളിവിടെ മീൻ കറിക്കുള്ള പരിപാടി നോക്കുകയാണ്. തേങ്ങ അരച്ച് വെക്കുന്ന മീൻ കറിയാണേ. പിന്നെ അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും ഇഞ്ചിയും ഒക്കെ ചേർത്തിട്ടുണ്ട്. മീനും വെച്ച് അതങ്ങനെ അവിടെ ഇരുന്ന് തിളച്ചോട്ടെ. അതിനുശേഷം നമുക്ക് അപ്പുറത്തെ സൈഡിൽ അത് ചൂരക്കറിയാണ് കേട്ടോ, ഇത് ചീരക്കറിയാണ്. അപ്പോൾ ചീരയ്ക്കുള്ള അരപ്പ് റെഡിയാക്കി ഒതുക്കി അങ്ങോട്ടിട്ടു. അതിനുശേഷം ഇന്ന് പരിപ്പാണ് ഇന്നലെ ഇട്ട് വേവിച്ചത്. ഇന്ന് ചീരയുടെ കൂടെ നമ്മൾ ചേർക്കുന്നത് പയറാണ്. അങ്ങനെ പയർ കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റുള്ള പോലെ തോന്നും. ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചീര വയ്ക്കുമ്പോൾ നമുക്കൊരു തൃപ്തി വരത്തില്ല. അങ്ങനെ അതും അവിടെ വെച്ചു. ഇപ്പുറത്ത് മീൻകറി തിളച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ 2-3 കഷ്ണം മീനെടുത്ത് മാറ്റി വെച്ചായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അത് ഇപ്പോൾ വെക്കുന്നില്ല, ഊണ് കഴിക്കുന്ന ആ സമയത്തേക്ക് വറുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ഫ്രഷായിട്ട് കറുമുറാന്നും പറഞ്ഞ് എൻ്റെ ഭർത്താവിന് കഴിക്കണം, അതുകൊണ്ടാണ്. അപ്പം ഇതിലേക്ക് ഉപ്പും മുളകും മീനും കൂടി ചേർത്ത് ഇളക്കി ഫ്രിഡ്ജിൽ വെക്കുന്നു. ആ സമയമാകുമ്പോൾ എടുത്ത് വറുത്താൽ മതി. അപ്പോൾ ചീരക്കറി റെഡിയായി, ചൂരക്കറി റെഡിയായി. പിന്നെ അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്ന് കഴിക്കാനുള്ളത് പുട്ടും പയറുമാണ്.